ദക്ഷിണ കേരളത്തിന്റെ പ്രകൃതി രമണീയതയിൽ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിന്റെ ആസ്ഥാനമായ ശാസ്താംകോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലിനാൽ 3 ഭാഗവും ചുറ്റപ്പെട്ട ഈ പുണ്യഭൂമി അതിന്റെ ഭൗമിക സൗന്ദര്യത്താലും ആത്മീയ പ്രാധാന്യത്താലും അതുല്യമായ ഒരു സവിശേഷതയാലും ശ്രദ്ധേയമാണ്. ഇവിടെ വസിക്കുന്ന വാനരന്മാർ. ശാസ്താംകോട്ട ക്ഷേത്രത്തോളം തന്നെ പ്രസിദ്ധമാണ് ഇവിടത്തെ കുരങ്ങന്മാരും. ശബരിമല, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ തുടങ്ങി കേരളത്തിലെ പുരാതനമായ പഞ്ചശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തെയും പരിഗണിക്കുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തെ മറ്റുള്ളവയിൽ നിന്നും വേറിട്ടു നിർത്തുന്നത് ഇവിടെ ധർമ്മശാസ്താവ് ഭാര്യയായ പ്രഭാദേവിയോടും മകൻ സത്യകനോടും കൂടിയാണ് കുടികൊള്ളുന്നത്. ശിവൻ, ഗണപതി തുടങ്ങിയ ഉപദേവതകളോടൊപ്പം ശാന്തിയും പ്രകൃതി സൗന്ദര്യവും സമന്വയിപ്പിക്കുന്ന ഈ ക്ഷേത്രം ഭക്തർക്കൊരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി സമാധാനത്തിന്റെ ഒരിടം കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലിന്റെ 3 വശങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം. കോട്ട എന്ന് മുൻപുണ്ടായിരുന്ന ഈ സ്ഥലത്തിന് ശാസ്താവിന്റെ കോട്ട എന്നർത്ഥത്തിൽ ശാസ്താംകോട്ട എന്നു പേരുവന്നത് ഇവിടത്തെ ശാസ്താവിന്റെ സാന്നിധ്യം മൂലമാണ്. ശബരിമല പോലെ തന്നെ അത്രത്തോളം പ്രശസ്തിയും പ്രചാരവുമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. സ്ത്രീകളുടെ ശബരിമല എന്ന ഒരു വിശേഷണം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ അന്യ ദിക്കുകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തുകയും ശബരിമലയിലേക്ക് പോകുന്നതിന് 41 ദിവസം വ്രതം നോക്കുന്നതിന് ശാസ്താംകോട്ട ക്ഷേത്ര കടവിലെത്തി കുളി കഴിഞ്ഞ് മാലയണിഞ്ഞാണ് വ്രതം നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രസിദ്ധവും പ്രശസ്തിയുമുള്ള ഒരു ക്ഷേത്രമാണ് ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പ്രബലമായി പ്രചാരത്തിലുള്ള ഐതിഹ്യം ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയും പ്രകാരം പാണ്ഡ്യരാജവംശത്തിൽപ്പെട്ടവരും ശബരിമല ശാസ്താവിനെ കുലപരദേവതയായി കണക്കാക്കുന്നവരുമാണ് പന്തളം രാജാക്കന്മാർ. ആണ്ടിലൊരിക്കൽ ശബരിമലയിൽ പോയി ദർശനം നടത്തുക എന്നത് അവരുടെ പതിവായിരുന്നു. ഒരിക്കൽ ഒരു പന്തളം രാജാവ് കായംകുളത്തെ ഒരു രാജകുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയും കായംകുളത്ത് സ്ഥിരതാമസമാക്കുകയും ചെയ്തു. പ്രിയതമയോടുള്ള അടങ്ങാത്ത സ്നേഹം നിമിത്തം അദ്ദേഹം 12 വർഷം ശബരിമലയിൽ പോകുകയോ പന്തളത്തേക്ക് മടങ്ങുകയോ ചെയ്തില്ല. ഇക്കാലയളവിൽ രാജാവിന് രാത്രികാലങ്ങളിൽ തുടർച്ചയായി ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. കടുവ വരുന്നേ, പുലി വരുന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നതും പതിവായി. ഇത് കാരണം കൊട്ടാരത്തിലെ എല്ലാവരുടെയും സമാധാനം നഷ്ടമായി. ഒടുവിൽ ഈ ദുരിതത്തിൽ അസന്തുഷ്ടനായ കായംകുളം രാജാവ് പന്തളം രാജാവിനോട് അസംബന്ധങ്ങൾ പറഞ്ഞ് ഇവിടെ താമസിച്ച് ബുദ്ധിമുട്ടാക്കാതെ പന്തളത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. ഈ ആക്ഷേപം പന്തളം രാജാവിന് അത്യധികം വിഷമമുണ്ടാക്കി. അന്നു രാത്രിയിൽ പതിവുള്ള ദുസ്വപ്നത്തിനു പുറമെ രാജാവിന് ഒരു പ്രത്യേക സ്വപ്ന ദർശനമുണ്ടായി. ഒരു പരദേശ ബ്രാഹ്മണന്റെ രൂപത്തിൽ ശാസ്താവ് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി ചെയ്തു: വിഷമിക്കേണ്ട, 12 വർഷമായി ഭജന മുടങ്ങിയതാണ് ഈ ഉപദ്രവങ്ങൾക്ക് കാരണം. സ്വപ്നത്തിൽ കാണുന്ന കടുവയും പുലിയും ശബരിമല ശാസ്താവിന്റെ വാഹനങ്ങളാണ്. ഉടൻ ശബരിമലയിൽ പോയി 12 ദിവസം ഭജനം നടത്തുക. അതിനുശേഷം എല്ലാ മാസവും മുടങ്ങാതെ ദർശനം നടത്തണം. കായംകുളം രാജാവിന്റെ ആക്ഷേപത്തിന് അദ്ദേഹം ഫലം അനുഭവിക്കും. ഈ സ്വപ്നം ശാസ്താവിന്റെ അരുളപ്പാടായി വിശ്വസിച്ച രാജാവ് ഭാര്യയോട് യാത്ര ചോദിച്ച് ശബരിമലയിലേക്ക് തിരിച്ചു. രാജാവ് പോയ ഉടനെ കായംകുളം രാജാവിന് ചിത്തഭ്രമം സംഭവിച്ചു. കടുവ പെറ്റു, പുലി പെറ്റു എന്ന് മാത്രമായി അദ്ദേഹം എപ്പോഴും സംസാരിച്ചത്. ശബരിമലയിൽ 12 ദിവസത്തെ ഭജനം പൂർത്തിയാക്കി തിരികെ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന പന്തളം രാജാവിന് വീണ്ടും സ്വപ്നദർശനമുണ്ടായി. പ്രിയതമയെ പിരിഞ്ഞ് എല്ലാ മാസവും മല കയറി വരേണ്ട, ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലം തരാം എന്ന് ശാസ്താവ് അറിയിച്ചു. അടുത്ത ദിവസം കായംകുളം രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന ആയുധാഭ്യാസ പരീക്ഷയിൽ അയ്യപ്പൻ എന്നു പേരുള്ള വില്ലാളി വീരനായ ഒരു അപരിചിത യുവാവ് പങ്കെടുക്കാനെത്തി. മത്സരത്തിൽ വിജയിച്ച യുവാവ് താൻ എയ്യുന്ന ശരം ചെന്നു വീഴുന്ന സ്ഥലവും അതിന്റെ ചുറ്റുമുള്ള മുക്കാദം ഭൂമി കരമൊഴിവായി സമ്മാനമായി ആവശ്യപ്പെട്ടു. കായംകുളം രാജാവ് ഇത് സമ്മതിക്കുകയും ശരം വീണ സ്ഥലം കണ്ടെത്താനായി രാജഭടന്മാരോടൊപ്പം പന്തളം രാജാവും
ആ യുവാവിനെ അനുഗമിക്കുകയും ചെയ്തു. യാത്രക്കിടയിൽ ഒരു വലിയ കാള പന്തളം രാജാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ യുവാവ് അതിനെ ഓടിച്ചകറ്റി രാജാവിനെ രക്ഷിച്ചു. ഈ സംഭവം നടന്ന പൊയ്ക പിന്നീട് കാളകുത്തിപ്പൊയ്ക എന്നറിയപ്പെട്ടു. തുടർന്ന് പാറപ്പുറത്ത് വിശ്രമിച്ച യുവാവിന്റെ കാൽപ്പാടുകൾ അവിടെ പതിഞ്ഞത് മായാതെ കിടന്നു. ഈ സ്ഥലമാണ് തൃപ്പാദം. അടുത്ത ദിവസം രാവിലെ ശരം ചെന്ന് വീണത് കായലിന്റെ മധ്യത്തിലുള്ള ഒരു തുരുത്തിലാണെന്ന് യുവാവ് രാജാവിനെ അറിയിച്ചു. അവിടെ കണ്ട ഒരു പൊങ്ങുതടിയിൽ കയറി രാജാവ് തുരുത്തിലേക്ക് യാത്രയായി. ആരും തുഴയാതെ തടി തുരുത്തിലടുത്തപ്പോൾ രാജാവ് തിരിഞ്ഞു നോക്കിയെങ്കിലും യുവാവിനെ കണ്ടില്ല. ആ പൊങ്ങുതടി വാസ്തവത്തിൽ ഒരു മുതലയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അത്ഭുതപ്പെട്ടു. തുരുത്തിലെത്തിയ രാജാവ് അവിടെ ഒരു ശിലാവിഗ്രഹത്തിൽ താൻ ശബരിമലയിൽ നടക്കിവെച്ച പൊൻകിരീടവും മുത്തുമാലയും ചാർത്തിയിരിക്കുന്നത് കണ്ട് ആ സന്തോഷത്തിരേകത്താൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ആ സമയം അവിടെ ശംഖ് വിളിക്കുകയും പൂജ നടക്കുകയും അസംഖ്യം കുരങ്ങന്മാർ തൊഴുതു നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ തുള്ളിച്ചാടി വന്ന ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ രൂപത്തിൽ ശാസ്താവ് പ്രത്യക്ഷപ്പെട്ട് പന്തളം രാജാവിനോട് ഇനി മല കയറാതെ ഇവിടെ ഭജനം തുടരാൻ കൽപ്പിച്ചു. ക്ഷേത്രത്തിലെ പൂജാരി, അകമ്പടിക്കാരൻ, ശംഖ് വിളിക്കുന്ന മാരാർ, കായലിലെ മുതല എന്നിവരെല്ലാം തന്റെ ദാസന്മാരാണെന്നും അവരെ സംരക്ഷിക്കണമെന്നും രാജാവിനോട് ആവശ്യപ്പെട്ടു. കൂടാതെ മേടമാസം 10-ാം തീയതി ഇവിടെ വന്ന് തന്നെ ദർശിക്കുന്നവർക്ക് സകല അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുമെന്നും അരുളി ചെയ്തു. ഈ ബ്രാഹ്മണൻ പിന്നീട് അപ്രത്യക്ഷനായി. അത് സാക്ഷാൽ ശാസ്താവ് തന്നെയായിരുന്നു എന്നാണ് വിശ്വാസം. വിവരമറിഞ്ഞ കായംകുളം രാജാവ് ഉടൻ സ്ഥലത്തെത്തി. അദ്ദേഹം തുരുത്തിൽ നിന്നും പടിഞ്ഞാറേക്കരയിലേക്കുള്ള കൽച്ചിറ കെട്ടി ജനങ്ങൾക്ക് സൗകര്യമൊരുക്കി. ക്ഷേത്രം പണിത് ചുറ്റുമതിൽ കെട്ടി. കോട്ടയെന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്തിന് അന്നുമുതൽ ശാസ്താംകോട്ട എന്ന പേര് സിദ്ധിച്ചു. പന്തളം രാജാവിനും രാജ്ഞിക്കും താമസിക്കാനായി അവിടെ ഒരു കൊട്ടാരവും പണിതു. ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ ചരിത്രം ത്രേതായുഗം വരെ നീളുന്നുവെന്നാണ് ഐതിഹ്യം. പന്തളം കൊട്ടാരത്തിലെ ഒരു യുവ രാജാവ് കായംകുളം കൊട്ടാരത്തിലെത്തി അവിടെ നിന്ന് വേളി കഴിക്കുകയും അതിനുശേഷം പന്തളം കൊട്ടാരത്തിലെ രാജാക്കന്മാരൊക്കെ തന്നെ സ്ഥിരമായി ശബരിമലയിൽ പോയി തൊഴുന്ന ഒരു രീതി, എല്ലാ മാസവും പോയി തൊഴുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ പന്തളം കൊട്ടാരത്തിൽ നിന്നും രാജാവ് കായംകുളത്ത് എത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ശബരിമല ദർശനം മുടങ്ങുകയും അദ്ദേഹം രാത്രിയിൽ ഉറക്കത്തിൽ പുലി വരുന്നേ എന്നുള്ള ഉച്ചത്തിലുള്ള ആക്രോശങ്ങളും ഒക്കെ നടത്തുകയും ഇത് കൊട്ടാരത്തിലെ രാജാവും ഒക്കെ തന്നെ ഈ വിവരം അറിയുകയും കൊട്ടാരത്തിലെ ജ്യോത്സ്യനെ വരുത്തി എന്താണ് കാരണം എന്ന് തിരക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബരിമല ദർശനം മുടങ്ങിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള അദ്ദേഹത്തിന് രാത്രിയിൽ ദുസ്വപ്നങ്ങളുമൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറയുകയും അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും ശബരിമലയിലേക്ക് പോവുകയും വീണ്ടും അദ്ദേഹം തിരികെ കായംകുളത്തെത്തി. എന്നാൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ ശബരിമല ദർശനം മുടങ്ങി. അങ്ങനെയാണ് വീണ്ടും അദ്ദേഹത്തിന് വീണ്ടും ദുസ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായി. അവരുടെ കുടുംബത്തിൽ കൊട്ടാരത്തിലൊക്കെ പലവിധ കലഹങ്ങളും അതൊക്കെ ഉണ്ടായപ്പോഴാണ് വീണ്ടും ഒരു ജ്യോത്സ്യൻ വീണ്ടും പ്രശ്നം വെച്ചപ്പോൾ ഒരു യുവരാജാവ് ഇവിടെ എത്തുമെന്നും അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു ആയോധന കല ഇവിടെ മത്സരം നടക്കുമ്പോൾ അവിടെ ഒരു യുവരാജാവ് എത്തുമെന്നും ആ രാജാവ് പറയുന്നതിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കും, സംഭവിക്കും എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് കായംകുളം കൊട്ടാരത്തിൽ ആയോധന കലയുടെ ഒരു മത്സരം നടന്നു. ആ മത്സരത്തിൽ ഒരു യുവാവ് അവിടെ എത്തുകയും എല്ലാ ആയോധന കലകളിലും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് സമ്മാനങ്ങളൊക്കെ നൽകി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താണ് സമ്മാനം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ നിന്നും കിഴക്കോട്ട് ഒരു അമ്പയും ആ അമ്പ് വീഴുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു ക്ഷേത്രം പണിയണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ യുവരാജാവ് കിഴക്ക് ദിക്ക് ലക്ഷ്യമാക്കി അവിടെ നിന്നും ഒരു അമ്പ് ചെയ്തു. ആ അമ്പ് വീണ സ്ഥലം അന്വേഷിച്ച് കായംകുളം രാജാവും പരിവാരങ്ങളുമൊക്കെ ആ യുവാവിൻ്റെ പിന്നാലെ നടന്നു നീങ്ങി. വലിയ ഒരു തുരുത്ത് കാണുകയും അപ്പോൾ ആ തുരുത്തിൽ ഒരു ജലാശയമുണ്ട്. അപ്പോൾ ആ ജലാശയത്തിൽ അത് കടന്നു വേണം ഇപ്പുറത്തേക്ക് വരാൻ. അപ്പോൾ അവിടെ ഒരു പൊങ്ങുതടി പോലെ ഒരു സാധനം അവിടെ കാണുകയും ഈ കായംകുളം രാജാവും പരിവാരങ്ങളുമൊക്കെ ഈ യുവാവിനൊപ്പം ആ പൊങ്ങുതടിയിൽ കയറി ഈ
തടാകത്തിന് ഇപ്പുറം എത്തുകയും അതിനുശേഷം ഇവരെ ആ പൊങ്ങുതടിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമാണ് മനസ്സിലാവുന്നത് അതൊരു പൊങ്ങുതടി ആയിരുന്നില്ല, അതൊരു മുതലയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ മുതല അവിടെ നിന്നും തിരിഞ്ഞു പോവുകയും ഈ യുവരാജാവും അതുപോലെ തന്നെ പരിവാരങ്ങളുമൊക്കെ ആ അമ്പ് ചെന്ന് വീണ സ്ഥലത്തേക്ക് അങ്ങനെ നടന്നു നീങ്ങി. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു പീഠവും അതോടൊപ്പം തന്നെ പന്തളം കൊട്ടാരത്തിൽ നിന്നും ശബരിമല ക്ഷേത്രത്തിൽ സമർപ്പിച്ച മാലയും കിരീടവും ഒക്കെ അവിടെ ഇരിക്കുന്നതായി കാണുന്നത്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ തന്നെ പറയുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം ശ്രീരാമന്റെ സന്ദർശനമാണ്. ക്ഷേത്ര പരിസരത്ത് ധാരാളമായി കാണപ്പെടുന്ന കുരങ്ങുകൾക്ക് ഹനുമാന്റെ വംശാവലിയുമായി ബന്ധമുണ്ടെന്നും രാവണ നിഗ്രഹത്തിനു ശേഷം ശ്രീരാമൻ സീതാദേവിയോടും ലക്ഷ്മണനോടും വാനരസേനയോടുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശ്രീരാമൻ ശാസ്താംകോട്ടയിലെത്തുകയും അവിടെ ധർമ്മശാസ്താവിനെ ദർശിക്കുകയും വണങ്ങുകയും ചെയ്തു. ഈ ഐതിഹ്യം ക്ഷേത്രത്തിന്റെ പഴക്കത്തെയും പ്രാധാന്യത്തെയും അടിവരയിടുന്നു. ഈ സമയത്ത് തന്റെ വാനരസേനയിലെ പ്രധാന ശില്പികളിലൊരാളായ നീലൻ എന്ന വാനരനെ ശ്രീരാമൻ ശാസ്താവിന്റെ സംരക്ഷകനായും ക്ഷേത്രത്തിലെ ആതിഥേയരെ സേവിക്കാനായും നിയോഗിച്ചു. ഇതാണ് വിശ്വാസം. ഈ നീലനാണ് ഇന്ന് ക്ഷേത്ര പരിസരത്ത് കാണുന്ന വാനരവംശത്തിന്റെ പൂർവികൻ. ചിരപുരാതനമായ ഈ ക്ഷേത്രം എത്രത്തോളം പഴക്കമുണ്ട് എന്ന് തന്നെ നമുക്ക് അപ്പോൾ അനുമാനിക്കുവാൻ കഴിയും. രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് ശ്രീരാമൻ ലങ്കയിലേക്ക് അവിടെ നിന്നും വരുന്ന വഴി ശാസ്താംകോട്ട തടാകത്തിലെത്തി പിതൃതർപ്പണം നടത്തിയെന്നും അദ്ദേഹത്തോടൊപ്പമുള്ള വാനരന്മാരോടൊപ്പം ഈ ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയും കാനന സദൃശ്യമായ ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ തോടരായി തന്നോടൊപ്പമുള്ള കുറച്ച് വാനരന്മാരെ ഇവിടെ സേവകരായി നിയോഗിച്ചു എന്നുമാണ് ഐതിഹ്യമാലയിൽ പറയുന്നത്. അതിൻ്റെ പരമ്പരകളായി ആണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഇത്തരത്തോളം വാനരന്മാർ ഉള്ളത്. ക്ഷേത്രത്തിലെ കുരങ്ങുകൾ ധർമ്മശാസ്താവിന്റെ സേവകരായും ദിവ്യ പരിവാരങ്ങളായും കണക്കാക്കപ്പെടുന്നു. കൂടാതെ ശാസ്താംകോട്ട കായൽ തീരത്ത് ശ്രീരാമൻ പിതൃതർപ്പണം നടത്തിയതായും ഈ തടാകത്തിലെ ജലം മാനസരോവരത്തിലെ സൂര്യരാഗ തീർത്ഥത്തിന് സമാനമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ വിശ്വാസങ്ങൾ ക്ഷേത്രത്തിനും കായലിനും ഒരുപോലെ പവിത്രത നൽകുന്നു. ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ കുരങ്ങന്മാരാണ്. ഇവരെ ശാസ്താവിന്റെ ദിവ്യാനുചരന്മാരായി കണക്കാക്കുന്നു. പന്തളം രാജാവും രാജ്ഞിയും ശാസ്താംകോട്ടയിൽ താമസിക്കുമ്പോൾ കുരങ്ങന്മാർ അവരുടെ അകമ്പടിക്കാരായിരുന്നു. അവർക്ക് പഴം, ശർക്കര, തേങ്ങാപ്പൂള് തുടങ്ങിയവയും കായലിലെ മുതലയ്ക്ക് ചോറും മത്സ്യങ്ങൾക്കരിയും പതിവായി നൽകി പോന്നു. കുരങ്ങന്മാർക്ക് പ്രതിദിനം 6.25 ഇടങ്ങഴി അരിയുടെ ചോറും മുതലയ്ക്ക് 1.25 ഇടങ്ങഴി അരിയുടെ ചോറും മത്സ്യങ്ങൾക്ക് 3 അരിയും ക്ഷേത്രത്തിൽ നിന്ന് നൽകാൻ രാജാവ് ഏർപ്പാടാക്കി. ഒരിക്കൽ കായംകുളം രാജാവ് ക്ഷേത്രത്തിലെത്തി മടങ്ങാൻ നേരം വാനരവീരന്മാരുടെ തലവനായ സുഗ്രീവൻ പാത്രത്തിലുള്ള ചോറും ഓരോ കുരങ്ങിന്റെ വയറും തൊട്ടു കാണിച്ചുകൊണ്ട് ദുഃഖഭാവത്തോടെ രാജാവിനെ നോക്കി. തങ്ങൾക്ക് ഈ ചോറ് മതിയാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ കായംകുളം രാജാവ് അന്നു മുതൽ കുരങ്ങന്മാർക്കായി പ്രതിദിനം 3 പറ 6.25 ഇടങ്ങഴി അരിയുടെ ചോറ് നൽകാൻ കൽപ്പിച്ചു. ഇത് ചെമ്പ് തകിടിൽ എഴുതി ഉറപ്പിക്കുകയും ചെയ്തു. ഇന്നും ക്ഷേത്രത്തിൽ ഈ വാനരസദ്യ ഒരു പ്രധാന വഴിപാടാണ്. ശാസ്താവിന്റെ ദാസനാണ് ഈ മുതലയെന്നും ഇതിനെ സംരക്ഷിക്കണമെന്നും ശാസ്താവ് ആവശ്യപ്പെട്ടു. ഒരു മരം പോലിരിക്കുന്ന മുതലയാണ് പന്തളം രാജാവ് തുരുത്തിലേക്ക് യാത്ര ചെയ്തത്. രാജാവും രാജ്ഞിയും കുളിക്കാൻ കടവിൽ ചെല്ലുമ്പോൾ ഈ മുതലയും മത്സ്യങ്ങളും അവിടെ ഹാജരായിരുന്നു. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവം ശാസ്താംകോട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. 8 വീട്ടിൽ പിള്ളമാരെ ഭയന്ന് ഒളിച്ചു താമസിച്ചിരുന്ന കാലത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വേഷപ്രച്ഛന്നനായി കുന്നത്തൂർ താലൂക്കിലെ കണ്ണങ്കോട് ദേശത്തെത്തി. അവിടെ വെച്ച് ദുഷ്ടനും പിശുക്കനുമായ ചിറ്റുണ്ടിയിൽ തരകൻ എന്ന ധനികൻ രാജാവിനെ അപമാനിച്ചുകൊണ്ട് വെറും ഉപ്പുമാങ്ങ നൽകി. എന്നാൽ സമീപത്തെ ദയയും ധർമ്മശീലവുമുള്ള നെല്ലിമൂട്ടിൽ കുടുംബം രാജാവിന് വേണ്ട സൗകര്യങ്ങളും ഭക്ഷണവും നൽകി ആദരിച്ചു. പിന്നീട് മാർത്താണ്ഡവർമ്മ അധികാരമേറ്റപ്പോൾ നന്ദി സൂചകമായി നെല്ലിമൂട്ടിൽ കുടുംബത്തിന് കരമൊഴിവായി വസ്തുക്കളും മുതലാളി എന്ന സ്ഥാനവും നൽകി. അതേസമയം ദുഷ്ടനായ ചിറ്റുണ്ടിയിൽ തരകന്റെ സകല സ്വത്തുക്കളും കണ്ടുകെട്ടി ശാസ്താംകോട്ട ദേവസ്വത്തിൽ ചേർത്തു. ഈ വരുമാനം ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും ധർമ്മക്കഞ്ഞിയും ബ്രാഹ്മണ ഭോജനവും നടത്താൻ അദ്ദേഹം ഏർപ്പാടുണ്ടാക്കി. മാർത്താണ്ഡവർമ്മയുടെ നീതിയും ധർമ്മബോധവും വിളിച്ചോതുന്ന ചരിത്ര സംഭവമാണിത്. തിരുവിതാംകൂർ ഭരണത്തിന്റെ നിർണായക പരിഷ്കരണ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് റെസിഡന്റും ദിവാൻ ഇൻചാർജുമായിരുന്ന കേണൽ മൺട്രോയുടെ ഭരണകാലത്താണ്
ദേവസ്വം ഭരണരംഗത്ത് മാറ്റങ്ങളുണ്ടായത്. ശാസ്താവിന്റെ ദിവ്യാനുചരന്മാരായി കണക്കാക്കുന്ന കുരങ്ങന്മാർക്ക് ചോറും മുതലയ്ക്ക് ചോറും മത്സ്യങ്ങൾക്കരിയും നൽകുന്ന ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങൾ അന്ധവിശ്വാസവും ധൂർത്തുമാണെന്ന് പ്രഖ്യാപിച്ച് മൺട്രോ ഉടൻ തന്നെ നിർത്തലാക്കി. പതിവായി ലഭിച്ചിരുന്ന ഭക്ഷണം നിലച്ചതോടെ വിശന്ന കുരങ്ങന്മാർ ക്ഷേത്രത്തിൽ ആക്രമണം അഴിച്ചുവിട്ടു. നിവേദ്യങ്ങളും വഴിപാടുകളും കട്ടെടുക്കുകയും ശാന്തിക്കാരെയും ജീവനക്കാരെയും ഉപദ്രവിക്കുകയും ചെയ്തതോടെ ക്ഷേത്രത്തിലെ ജോലികൾ മുടങ്ങി. ഇതിനെ തുടർന്ന് ദേവസ്വം ജീവനക്കാരും നാട്ടുകാരും കേണൽ മൺട്രോയ്ക്ക് പരാതി നൽകി. വിഷയം നേരിട്ട് മനസ്സിലാക്കാൻ ശാസ്താംകോട്ടയിലെത്തിയ മൺട്രോയോട് കുരങ്ങന്മാർ വയർ തൊട്ട് കാണിച്ചുകൊണ്ട് തങ്ങളുടെ വിശപ്പ് ബോധ്യപ്പെടുത്തി. ആരാണ് ഈ പതിവ് ഏർപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് വാനരസംഘത്തിന്റെ തലവനായ സുഗ്രീവൻ കായംകുളം രാജാവ് വാനരസദ്യയുടെ ചെലവുകൾക്കായി പതിവ് ഏർപ്പെടുത്തിയതിന്റെ രേഖയായ ഒരു ചെമ്പ് തകിട് വായിൽ നിന്നും എടുത്തു നൽകി. ചെമ്പ് തകിട് പരിശോധിച്ച മൺട്രോ ആ പതിവിന് രാജകീയമായ അംഗീകാരമുണ്ടെന്ന് മനസ്സിലാക്കി. ചെലവുകൾ യഥാപൂർവം പുനഃസ്ഥാപിക്കാൻ ഉത്തരവിടുകയും രേഖ സുഗ്രീവന് തന്നെ തിരികെ നൽകി മടങ്ങുകയും ചെയ്തു. പൊതുവെ മത്സ്യമാംസാദികൾ കഴിക്കാത്ത ശാസ്താവിന്റെ അനുചരന്മാരായ കുരങ്ങന്മാർക്ക് കിഴക്കേ ഗോപുരത്തിന് പുറത്ത് ചോറ് നൽകിയിരുന്നു. ഒരിക്കൽ ചില കുരങ്ങന്മാർ പടിഞ്ഞാറുള്ള വീടുകളിൽ കയറി മത്സ്യവും മാംസവും ഭക്ഷിച്ചത് മറ്റു കുരങ്ങന്മാർക്ക് സ്വീകാര്യമായില്ല. ഇതിനെ തുടർന്ന് മാംസം കഴിച്ചവരെ ചോറ് തൊടാൻ മറ്റു കുരങ്ങന്മാർ അനുവദിക്കാതെ വന്നതോടെ ഇരു കൂട്ടരും തമ്മിൽ 1 മാസത്തോളം വലിയ പോരാട്ടമുണ്ടായി. ഒടുവിൽ മാംസഭുക്കുകളായ കുരങ്ങന്മാർ തോൽക്കുകയും അവർ ക്ഷേത്ര പരിസരം വിട്ട് പടിഞ്ഞാറ് ചന്തയോടടുത്ത പ്രദേശങ്ങളിലേക്ക് മാറുകയും ചെയ്തു. ഇന്നും ക്ഷേത്രത്തിൽ ഭക്തർ നൽകുന്ന വഴിപാടുകൾ മാംസം കഴിക്കാത്ത കുരങ്ങന്മാർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണ് ശാസ്താംകോട്ടയിൽ അമ്പലക്കുരങ്ങ്, ചന്തക്കുരങ്ങ് എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ വന്നത്. ക്ഷേത്രത്തിലെ കുരങ്ങുകൾ ധർമ്മശാസ്താവിന്റെ സേവകരായി കണക്കാക്കപ്പെട്ടതിനാൽ അവർക്ക് ഭക്ഷണം നൽകുന്നത് ഒരു പുണ്യകർമ്മമാണ്. ഓണക്കാലത്ത് ക്ഷേത്രത്തോട് ചേർന്നുള്ള വാനര ഭോജനശാലയിൽ തൂശനിലയിൽ വിഭവസമൃദ്ധമായ സദ്യ നൽകുന്നത് ശാസ്താംകോട്ടക്കാരുടെ ഒരു പ്രധാന ആചാരമാണ്. ചോറും പരിപ്പും സാമ്പാറും എല്ലാം ഉൾപ്പെടുന്ന ഈ സദ്യ സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകമാണ്. ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ നിരവധി ചരിത്രപരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടും ഇന്നും അവിടുത്തെ ദൈവചൈതന്യവും കുരങ്ങന്മാരുടെ ദിവ്യത്വവും അശേഷം കുറഞ്ഞിട്ടില്ല എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ ഭജനത്തിന് നിത്യബാധയ്ക്ക് ശമനം നൽകാനുള്ള ശക്തിയുണ്ടെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ഇവിടെ ഭജനമിരുന്നാൽ ഒഴിയാത്ത ബാധകളോ ഭേദമാകാത്ത രോഗങ്ങളോ ഇല്ലെന്നാണ് ഐതിഹ്യം. കൂടാതെ വീട്ടിൽ ഉറുമ്പ് ശല്യമുണ്ടാകുമ്പോൾ ഒരു നാഴിയരിയിൽ ഒരു നാളികേരം ചിരകി ഇളക്കി ക്ഷേത്രക്കടവിലെ ഏട്ടകൾക്ക് നൽകിയാൽ ഉപദ്രവം പൂർണ്ണമായും നീങ്ങുമെന്നും ഇന്നും പലരും അത് പരീക്ഷിക്കാറുണ്ടെന്നും പഴമക്കാർ പറയുന്നു. ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ഭൗതികമായ ആകർഷണം ക്ഷേത്രത്തിന്റെ 3 ഭാഗത്തും വ്യാപിച്ചു കിടക്കുന്ന ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ക്ഷേത്രവും തടാകവും തമ്മിലുള്ള ഈ ബന്ധം പ്രകൃതിയും ആത്മീയതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ശാസ്താംകോട്ട ക്ഷേത്രം ഇന്ന് അതിന്റെ പ്രൗഢിയിൽ തിളങ്ങിയും നിൽക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവനന്തപുരത്തെ വലിയ കൊട്ടാരം മാനേജറായിരുന്ന ശങ്കരൻ തമ്പിയുടെ ഉത്സാഹവും മേൽനോട്ടവും ക്ഷേത്രത്തിന്റെ നവീകരണത്തിനും പരിഷ്കാരങ്ങൾക്കും കാരണമായി. ശബരിമലയിലെ അതേ ചൈതന്യമാണ് ഇവിടെയും എന്നാണ് വിശ്വാസം. പിൽക്കാലത്ത് ക്ഷേത്രം പുതുക്കി പണിതത് കായംകുളം രാജാവിന്റെ നിർദ്ദേശപ്രകാരം പന്തളം രാജാവാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വകർമ്മജരായ ശില്പികളെയാണ് ഇതിനായി നിയോഗിച്ചത്. കായലിന്റെ മനോഹാരിതയിൽ ആകൃഷ്ടരായ അവരിൽ ഒരു വിഭാഗം ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായ ശേഷവും ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കി. ആ വിശ്വകർമ്മജരുടെ പിൻഗാമികൾ ഇപ്പോഴും ശാസ്താംകോട്ടയിലുണ്ട്. കുംഭമാസത്തിൽ കൊടിയേറ്റത്തോടെ ആരംഭിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷികോത്സവം ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണമാണ്. ഉത്രം നക്ഷത്രത്തിലാണ് ആറാട്ട്. ഉത്സവത്തിന്റെ 10-ാം ദിവസം നടക്കുന്ന കെട്ടുകാഴ്ച പ്രധാനമാണ്. ഭീമാകാരമായ കാളയുടെയും കുതിരയുടെയും രൂപങ്ങളുണ്ടാക്കി പ്രദർശിപ്പിക്കുകയും ഇവയെ വലിച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തുകയും ചെയ്യുന്നു. ഇത് ഈ പ്രദേശത്തിന്റെ കാർഷിക ഗ്രാമീണ സംസ്കാരത്തെയും അനുഷ്ഠാന കലകളെയും വിളിച്ചോതുന്നു. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നു. മയിലാട്ടം, അമ്മൻകുടം തുടങ്ങിയ വിവിധ നാടൻ കലകളും ഈ സമയം അവതരിപ്പിക്കപ്പെടുന്നു. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തർക്ക് ശാസ്താംകോട്ട ക്ഷേത്രം ഒരു പ്രധാന ഇടത്താവളമാണ്. ഈ ക്ഷേത്രത്തിൽ ഈ പ്രദേശത്തുള്ള ഭക്തജനങ്ങൾ ശബരിമലയിൽ പോകുമ്പോൾ ഇവിടെ വന്ന് മാലയിട്ട് ഇവിടെ വന്ന് തേങ്ങ അടിച്ചാണ് ഇവിടുന്ന് ഈ ശബരിമലയിലേക്കുള്ള യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ കന്നി
അയ്യപ്പന്മാരും മാളികപ്പുറം അമ്മമാരും എല്ലാം ഈ ക്ഷേത്രത്തിൽ വന്നാണ് മാലയിടുന്നത്. അതേപോണക്ക് തന്നെ ഇവിടെ 68 ദിവസം ആണ് വൃശ്ചിക മഹോത്സവം നടന്നുകൊണ്ട് പോകുന്നത്. അതുപോണക്ക് ശബരിമലയിലെ ഇവിടെ ഇടത്താവളം കൂടിയാണ് ശാസ്താംകോട്ട ക്ഷേത്രം. ഇവിടുന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ വന്ന് തങ്ങുകയും ഇവിടുന്ന് തന്നെ അവർ ആഹാരം കഴിക്കുകയും ഇവിടെ തന്നെ പാചകം ചെയ്ത് ദൂരെ വിരിവെച്ച് ആണ് ഇവിടുന്ന് പോകുന്നത്. അയ്യപ്പന്റെ അതേ ശക്തികൾ ഇവിടത്തെ ധർമ്മശാസ്താവിനും ഉണ്ടെന്ന വിശ്വാസം ശബരിമല തീർത്ഥാടകരെ ഇവിടെ എത്തിക്കുന്നു. അടവഴിപാടാണ് ശാസ്താംകോട്ടയിലെ പ്രധാന വഴിപാട്. ശനിദോഷം മാറുന്നതിനായാലും മറ്റ് പല രീതിയിലുള്ള ദോഷങ്ങൾ മാറുന്നതിന് ശനി ഭഗവാനെ എന്നുള്ള രീതിയിൽ ശാസ്താവിനെ വന്ന് ഭജിക്കുകയും എള്ളു പായസവും ഇടിച്ചു പിഴിഞ്ഞ പായസവും ഒക്കെ നേർച്ച നടത്തി സായുജ്യമടയുന്ന ഭക്തരാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അടവഴിപാട്. ശബരിമല അരവണ, കൊട്ടാരക്കര ഉണ്ണിയപ്പം, അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞ കൂട്ട് ശാസ്താംകോട്ട അടയും വളരെ പ്രശസ്തിയാർജിച്ച വഴിപാടാണ്. ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം പ്രകൃതിയും ജീവജാലങ്ങളും ദൈവിക സാന്നിധ്യവുമായി ഇഴുകിച്ചേർന്ന ഒരു സവിശേഷ സംസ്കാരത്തിന്റെ കേന്ദ്രമാണ്. രാമായണ കാലത്തോളം പഴക്കമുള്ള ഐതിഹ്യങ്ങൾ, ശുദ്ധജല തടാകത്തിന്റെ ശാന്തത, കുരങ്ങന്മാരുടെ സാന്നിധ്യം, കെട്ടുകാഴ്ചയുടെ ഗ്രാമീണ ഭംഗി എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തെ സവിശേഷമാക്കുന്നു. സഹജീവികളോട് സ്നേഹം കാണിക്കുകയും പ്രകൃതിയുടെ അനുഗ്രഹമായ ശുദ്ധജല തടാകത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ ക്ഷേത്രം ആത്മീയമായ ഉണർവിനൊപ്പം ഒരു നല്ല സാമൂഹിക സന്ദേശവും നൽകുന്നു.